ഇന്ത്യൻ ജോഗ്രഫിയിൽ അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്ന ഭാഗം ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ സ്ഥിതിയാണ് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് പറയുന്നത്. കാലാവസ്ഥയെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരാണ് മെറ്ററോളജി എന്ന് പറയുന്നത്. മെറ്ററോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ക്ലൈമറ്റ്. കാലാവസ്ഥയെ പറ്റിയിട്ടുള്ള പഠനമാണ് മെറ്ററോളജി. ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണ്. അതായത് ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. അതായത് ഉഷ്ണവുമുണ്ട്, അതുപോലെ തന്നെ മഴ പെയ്യുന്ന ഒരു മൺസൂൺ കാലാവസ്ഥയും കൂടിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് അഥവാ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാണപ്പെടുന്നത്. മൺസൂൺ എന്ന് പറയുന്ന വാക്ക് മൗസിൻ എന്ന് പറയുന്ന ഒരു അറബി വാക്കിൽ നിന്നാണ് ഉണ്ടായി വന്നത്. ഈ മൺസൂൺ കാറ്റുകളുടെ ഗതി മനസ്സിലാക്കി ഈ പറയുന്ന മഴ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ മൺസൂൺ ഉണ്ടാകുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് പഠിച്ചത് ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഹിപ്പാലസ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന മൺസൂൺ കാറ്റുകളുടെ ഗതി പഠിക്കുകയും അതുവഴി മൺസൂണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തത് ഹിപ്പാലസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ചേസിംഗ് ദി മൺസൂൺ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് എഴുതിയത് അലക്സാണ്ടർ ഫെയ്റ്റർ എന്ന് പറയുന്ന സാഹിത്യകാരനാണ്, സഞ്ചാര സാഹിത്യകാരനാണ് ചേസിംഗ് ദി മൺസൂൺ എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ ഏത് അക്ഷാംശത്തിലാണ് എന്നുള്ളത് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതായത് അക്ഷാംശ രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പ്രദേശത്തിന്റെ സ്ഥാനം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രദേശത്തിന്റെ അക്ഷാംശം അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുപോലെ ആ പ്രദേശത്തുള്ള അന്തരീക്ഷമർദ്ദം, ആ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നത് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലാണ് ആ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എന്നത് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ ഘടനയെ അല്ലെങ്കിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ ചക്രവാതങ്ങൾ അഥവാ സൈക്ലോണുകൾ, പിന്നെ ഭൂപ്രകൃതി, എങ്ങനെയാണ് ആ ഭൂപ്രകൃതി കാണപ്പെടുന്നത്. ഇപ്പോൾ വനമേഖലയാണെങ്കിൽ അങ്ങനെ, അതുപോലെ മരുപ്രദേശമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഭൂപ്രകൃതി എന്ന് പറയുന്നതും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും എത്ര അകലെയാണ് ആ പ്രദേശം കാണപ്പെടുന്നത്. ആദ്യം പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ആ പ്രദേശം കാണപ്പെടുന്നത് എന്നാണെങ്കിൽ, ഇത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര അകലെയാണ് ആ പ്രദേശം കാണപ്പെടുന്നത്. അതായത് സമുദ്ര സാമീപ്യം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചില പ്രദേശം സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, ചിലത് സമുദ്രവുമായി വളരെ അകലത്തിൽ കാണപ്പെടുന്ന പ്രദേശമുണ്ട്. അപ്പോൾ അങ്ങനെ സമുദ്രത്തിനോടുള്ള അടുപ്പം അത് അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നുള്ള അകലം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. അതുപോലെ ഒരു പ്രദേശത്തിന്റെ നിമ്നോന്നതി എന്ന് പറയുമ്പോൾ ഉയർച്ചയും താഴ്ചയും പോലുള്ള, അപ്പോൾ അതും ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയിലെ കാലാവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തേന്ന് പറയുന്നത് ഉഷ്ണകാലമാണ്. അത് കഴിഞ്ഞ് മൺസൂൺ കാലത്തിലേക്ക് വരികയാണ്. അപ്പോൾ മൺസൂൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് മൺസൂൺ കാലമാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ രണ്ട് മൺസൂൺ കാലമാണ് കാണപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. അപ്പോൾ ഉഷ്ണകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അത് കഴിഞ്ഞ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും, അത് കഴിഞ്ഞ് ശൈത്യകാലവുമാണ് ഇന്ത്യയിലെ ഋതുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കാലങ്ങൾ എന്ന് പറയുന്നത്, കാലാവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഉഷ്ണകാലമാണ്. അപ്പോൾ ഉഷ്ണകാലം എന്ന് പറയുന്നത് ഈ പറയുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസമാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് അത്യധികമായിട്ടുള്ള ഒരു ഉഷ്ണമായിരിക്കും ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അതായത് നല്ല രീതിയിലുള്ള ഒരു ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ കൂടുതലും, അതായത് തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ അത്യുഷ്ണമായിരിക്കും അനുഭവപ്പെടുന്നത്. അതികഠിനമായിട്ടുള്ള ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഉൾപ്പെടെയുള്ള കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ഉഷ്ണകാലമാണെങ്കിലും അത്യധികം ഉഷ്ണം അനുഭവപ്പെടുന്നില്ല, അതികഠിനമായ ഉഷ്ണം അനുഭവപ്പെടുന്നില്ല. കാരണം സമുദ്ര സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതായത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അടങ്ങുന്ന ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായതിനാൽ തന്നെ ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡൽഹി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അതികഠിനമായ ചൂടാണ് ഈ പറയുന്ന ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്നത്. ഇനി ഈ ഉഷ്ണകാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. സൂര്യൻ എവിടേക്ക് പോകുന്നു, ഉത്തരായന കാലത്തേക്ക് അല്ലെങ്കിൽ ഉത്തരായന മേഖലകളിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ പ്രദേശങ്ങളിലാണ്. അതായത് രാജസ്ഥാനിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത്യുഷ്ണം അനുഭവപ്പെടുന്നത്. അതായത് നമ്മൾ ഇത് പഠിച്ചതാണ്, താർ മരുപ്രദേശത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ആൾവാർ എന്ന് പറയുന്ന പ്രദേശം. അത് രാജസ്ഥാനിലെ താർ മരുപ്രദേശത്ത് കാണപ്പെടുന്നതാണ്. അതേസമയം ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ബാമർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അതും രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് എന്നൊക്കെ നമ്മൾ മരുസ്ഥലി ഭാഗർ പ്രദേശത്തെ പറ്റി, ആ ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്.
പറഞ്ഞതാണ്. അപ്പോൾ ഇത് സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇനി ഈ പറയുന്ന ഉഷ്ണകാലത്ത് വീശിയടിക്കുന്ന ചില ഉഷ്ണക്കാറ്റുകളുണ്ട്. അതായത് ഈ ഉഷ്ണകാലം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഉഷ്ണകാലത്ത് ഈ പറയുന്ന രാജസ്ഥാന്റെ ഭാഗത്തോട്ട്, അതായത് രാജസ്ഥാന്റെ സമതല പ്രദേശങ്ങളിൽ നിന്ന്, രാജസ്ഥാന്റെ താറുമരു പ്രദേശങ്ങളിൽ നിന്ന് ഒരു ചൂട് കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ പോലുള്ള വരണ്ട പ്രദേശങ്ങൾ, രാജസ്ഥാനിലെ താറുമരു പ്രദേശം പോലുള്ള വരണ്ട പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ ഉഷ്ണം അത്യുഷ്ണമായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഒരു ചൂട് കാറ്റ് ഈ പറയുന്ന രാജസ്ഥാൻ താർ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശിയടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശിയടിക്കുന്ന ചൂട് കാറ്റിന് പറയുന്ന പേരാണ് ലൂ എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു ഉഷ്ണക്കാറ്റാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് അനുഭവപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സമയത്ത് അനുഭവപ്പെടുന്ന മറ്റൊരു കാറ്റാണ്, അല്ലെങ്കിൽ മറ്റൊരു ഉഷ്ണക്കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പോൾ മാംഗോ ഷവർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിന്റെ ആരംഭത്തോടു കൂടി വീശിയടിക്കുന്ന ഒരു കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇത് മാമ്പഴ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ മാമ്പഴം ഉണ്ടാകാനുള്ള, മാങ്ങ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്ന കാറ്റ്. ഇത് കേരളത്തിലും നല്ല രീതിയിൽ, കേരളത്തിൽ പാലക്കാട് ജില്ലയിലൊക്കെ ഈ പറയുന്ന മാംഗോ ഷവർ നല്ല രീതിയിൽ അനുഭവപ്പെടുകയും അവിടെയാണ് ആദ്യമായിട്ട് ഈ പറയുന്ന മാങ്ങ ഉണ്ടാകുകയും വിളവ് ആരംഭിക്കുന്നത്, അതായത് അത് ഉണ്ടാകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് ആ മേഖലകളിലൊക്കെയാണ്. അപ്പോൾ അതിന് കാരണമാകുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അത് ഏപ്രിൽ ആരംഭത്തോടു കൂടിയാണ് ഈ പറയുന്ന മാങ്ങ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഉഷ്ണകാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഒരു ഇടിയോടുകൂടിയ മഴയുണ്ട്, ശക്തമായ മഴയുണ്ട്. ആ ശക്തമായ മഴയ്ക്ക് പറയുന്ന പേരാണ് കാൽ വൈശാലി എന്ന് പറയുന്നത്. അപ്പോൾ കാൽ വൈശാഖി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ വൈശാഖി എന്ന് പറയുന്നത്. അതായത് ഈ കാൽ വൈശാഖിയോട് അനുബന്ധിച്ച് ഭയങ്കര ശക്തമായ കാറ്റും അതുപോലെ ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഒരു കാൽ വൈശാഖി എന്ന് പറയുന്ന ആ ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഇടിയോടുകൂടി അനുഭവപ്പെടുന്ന മഴയാണ്. അതുപോലെ തന്നെ ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകുന്ന ഈ പറയുന്ന ഉഷ്ണകാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന, പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഒരു മഴയാണ് കാൽ വൈശാഖി എന്ന് അറിയപ്പെടുന്നത്. ഈ കാൽ വൈശാലിയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് നോർവെസ്റ്റർ എന്നീ പേരിലും കാൽ വൈശാഖി അറിയപ്പെടാറുണ്ട്. അപ്പോൾ കാൽ വൈശാഖി എന്ന് പറയുന്ന മഴയെ നോർവെസ്റ്റർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നാണ് ഈ പറയുന്ന മഴയെ അറിയപ്പെടുന്നത്. വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കരമായിട്ടുള്ള മഴയാണ് ബംഗാൾ ഭാഗത്തുണ്ടാകുന്നത്. പശ്ചിമ ബംഗാൾ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള മഴയാണ് ഉണ്ടാകുന്നത്. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിയോടുകൂടിയ മഴയായിരിക്കും. ആലിപ്പഴ വീഴ്ച ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ ഈ പറയുന്ന കാൽ വൈശാഖി അഥവാ നോർവെസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന മഴ ഏറ്റവും അനുയോജ്യമായിട്ട് മാറുന്നത് പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും ഈ മഴയുടെ കുറച്ച് ഭാഗം കിട്ടുന്നുണ്ട്. അപ്പോൾ ആസാമിലെ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മഴയാണ് കാൽവൈശാഖി അഥവാ നോർവെസ്റ്റർ എന്ന് പറയുന്നത്. ആസാമിലെ തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മഴയാണ് കാൽവൈശാഖി അഥവാ നോർവെസ്റ്റർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ആസാമിൽ ഇതിനെ ടീ ഷവർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആസാമിൽ ഈ പറയുന്ന കാൽവൈശാഖി അഥവാ നോർവെസ്റ്ററിനെ ടീ ഷവർ എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇനി അതുപോലെ തന്നെ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നത്. അതായത് വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഉഷ്ണകാലം, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഇതൊരു പ്രാദേശികവാദമാണ്. ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതാണ് ഈ പറയുന്ന ലൂ ആണെങ്കിലും കാർവൈശാഖി ആണെങ്കിലും ചെറി ബ്ലോസം ആണെങ്കിലും മാംഗോ ഷവർ ആണെങ്കിലും ഒക്കെ പ്രാദേശികവാദങ്ങളാണ്. അതായത് ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ്, അല്ലെങ്കിൽ അത് മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ്. അപ്പോൾ ചെറി ബ്ലോസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഒരു കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാറ്റ് കാരണം കർണാടകയിൽ ഈ ഒരു കാറ്റ് കാപ്പി കൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ട് മാറുന്നുണ്ട്. അതായത് കർണാടകയിൽ കാപ്പി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വേനൽ കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. അപ്പോൾ ചെറി ബ്ലോസം ഒരു കാറ്റാണ്, അത് കർണാടകയിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ്. അപ്പോൾ നമ്മൾ കൃഷി, വ്യവസായം അങ്ങനെയുള്ള ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ, ഇന്ത്യൻ ജോഗ്രഫിയിൽ കൃഷി വ്യവസായം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ കാപ്പി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കർണാടക എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ ഈ കർണാടകയിൽ കാപ്പി കൃഷിക്ക് അനുയോജ്യമാകുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റിന് പറയുന്ന പേരാണ് ചെറി ബ്ലോസം. അത് വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഒരു കാറ്റാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രാദേശികവാദങ്ങൾ പറഞ്ഞപ്പോൾ ഏതൊക്കെ പറഞ്ഞു? ലൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലൂ ഒരു വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഉഷ്ണക്കാറ്റാണ്. അതായത് ലൂ എന്ന് പറയുന്നത് ഒരു കാറ്റിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി അടുത്തത് നോർവെസ്റ്റർ അഥവാ കാൽ വൈശാഖി പറഞ്ഞു. അപ്പോൾ കാൽ വൈശാഖി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മഴയാണ്, അല്ലെ? ശക്തമായ ബംഗാൾ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു മഴയാണ്, വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന മഴയാണ്. അപ്പോൾ നോർവെസ്റ്റർ അഥവാ കാൽ വൈശാഖി എന്ന് പറയുന്നത് ഒരു മഴ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ചെറി ബ്ലോസം വരുന്നുണ്ട്. അപ്പോൾ ചെറി ബ്ലോസം എന്ന് പറയുന്നത്
എഗെയിൻ ഒരു വേനൽക്കാല കാറ്റാണ് അല്ലെ, കാറ്റാണ്. ആ കാറ്റ് കർണാടകയിൽ കാപ്പി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഇനി അതേസമയം മാംഗോ ഷവർ ഉണ്ട്. മാംഗോ ഷവർ ഏപ്രിൽ മാസത്തോടു കൂടി മാങ്ങ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് മാംഗോ ഷവർ എന്ന് കാറ്റല്ല, മഴയാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പോൾ മാംഗോ ഷവർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മഴ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ലൂ കാറ്റ്, നോർവെസ്റ്റർ അഥവാ കാൽവൈശാലി മഴ, ചെറി ബ്ലോസം കാറ്റാണ്, മാംഗോ ഷവർ എന്ന് പറയുന്നത് മഴയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, മാംഗോ ഷവർ, ഷവർ എന്ന് പറയുമ്പോൾ അതിലൂടെ വെള്ളമാണ് വരുന്നത്, അപ്പോൾ അതൊരു മഴയാണ് അല്ലെ. നോർവെസ്റ്റർ അഥവാ കാൽവൈശാലി അതിനെ അറിയപ്പെടുന്നത് ടീ ഷവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഷവർ ആയതുകൊണ്ട് തന്നെ അത് മഴയാണെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഇനി ലൂ, ചെറി ബ്ലോസം ഇവ രണ്ടും എന്താണ്, കാറ്റ് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ഓർത്തു വയ്ക്കുക, വേനൽക്കാല കാറ്റുകളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇതാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൺസൂണിലേക്ക് വരാം. അതിനു മുമ്പ് ശൈത്യകാലം കൂടി നോക്കാം. അപ്പോൾ ശൈത്യകാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. സൂര്യൻ വേനൽക്കാലത്ത് ഉത്തരായന കാലമായതിനാൽ ശൈത്യകാലം എത്തുമ്പോൾ സൂര്യൻ ദക്ഷിണായന കാലത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഉഷ്ണകാലത്ത് സൂര്യന്റെ ഉത്തരായന കാലമാണെങ്കിൽ ശൈത്യകാലത്ത് സൂര്യന്റെ ദക്ഷിണായന കാലമാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നതെന്ന് പറയാൻ പറ്റും. ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞും മഞ്ഞുവീഴ്ചയും ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഹിമാലയത്തിന്റെ താഴ്വര പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ വലിയ തോതിൽ ഈ പറയുന്ന ശൈത്യകാലം അനുഭവപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. താപനില തെക്ക് നിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് വടക്കൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ശൈത്യകാലത്തിന്റെ തീവ്രത നല്ല രീതിയിൽ അനുഭവപ്പെടുകയും തെക്കോട്ട് വരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില കൂടുതലായതിനാൽ ശൈത്യകാലത്തിന്റെ എഫക്റ്റ് വളരെ കുറവായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് പോലും മിതമായിട്ടുള്ള ചൂടും രാത്രിയായിരിക്കും അത്യധികമായിട്ടുള്ള ശൈത്യവും അനുഭവപ്പെടുന്നത്. ഈ പറയുന്ന മണാലി, ഷിംല, കുളു, ഡാർജിലിംഗ് പോലുള്ള പ്രദേശങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്, മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇവിടെയൊക്കെ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ ഉയരം കൂടിയ പ്രദേശങ്ങളായിട്ടുള്ള ഇടുക്കി, വയനാട് പോലുള്ള മേഖലകളിലൊക്കെ മാത്രമേ, അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ മുകളിലൊക്കെ മാത്രമേ ഈ പറയുന്ന ശൈത്യകാലം നല്ല രീതിയിൽ എന്ത് ചെയ്യാറുള്ളൂ, അഫക്റ്റ് ചെയ്യാറുള്ളൂ എന്ന് പറയാൻ പറ്റും. ഇനി ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന ഒന്നാണ് പശ്ചിമ അസ്വസ്ഥത. ഇതൊരു കാറ്റാണ്. ഓക്കെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്നത് ഒരു കാറ്റാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലുണ്ട് അല്ലെ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മെഡിറ്ററേനിയൻ കടൽ. അപ്പോൾ ശൈത്യകാലമാകുന്ന സമയത്ത് ഈ പറയുന്ന മെഡിറ്ററേനിയൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അതായത് ഒരു ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം പടിഞ്ഞാറ് ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്നു. ഈ ഒരു ന്യൂനമർദ്ദം അല്ലെങ്കിൽ ഈ ഒരു കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിലേക്ക് വീശിയടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ ഭാഗത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം വഴി ഉണ്ടാകുന്ന കാറ്റ് ഉത്തര സമതല പ്രദേശങ്ങളിലേക്ക് വീശിയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് പോലുള്ള ഉത്തരമഹാസമതല പ്രദേശത്തിലേക്ക് വീശിയടിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ശൈത്യക്കാറ്റ് കാരണം മഴയ്ക്ക് കാരണമാവുന്നു, ശൈത്യകാല മഴയ്ക്ക് കാരണമാവുന്നു. അപ്പം അത്തരത്തിൽ വീശിയടിക്കുന്ന കാറ്റിന് പറയുന്ന പേരാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഈ കാറ്റ് പൊതുവെ ശൈത്യക്കാറ്റാണ്, ചൂടുകാറ്റല്ല. ഇതെന്ന് പറയുന്നത് ശൈത്യക്കാറ്റാണ് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത്. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ജെറ്റ് പ്രവാഹം എന്ന് പറയുന്ന ഒരു പ്രവാഹമാണ്. അതായത് ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു വായു പ്രവാഹത്തെയാണ് നമ്മൾ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഓരോ പാളികളുണ്ടല്ലോ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന അതിശക്തമായ ജെറ്റ് പ്രവാഹം ത്തിന്റെ ഫലമായിട്ടാണ് മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന കാറ്റ് ഇന്ത്യയിലെ ഈ പറയുന്ന പഞ്ചാബ് പോലുള്ള ഉത്തരമഹാസമുദ്ര പ്രദേശത്തേക്ക് വീശിയടിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജെറ്റ് പ്രവാഹമാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു പ്രഭാവമാണ് ജെറ്റ് പ്രഭാവം എന്ന് പറയുന്നത്. ഇനി വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ശൈത്യകാലത്ത് വീശിയടിക്കുന്ന ഉത്തരമഹാസമുദ്ര പ്രദേശത്തേക്ക് വീശിയടിക്കുന്ന ഒരു കാറ്റാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ഒരു കാറ്റാണ്. ഇതൊരു ശൈത്യക്കാറ്റാണ്, ഒക്ടോബർ മാസങ്ങളിലൊക്കെ രൂപപ്പെടുന്ന ഒരു കാറ്റാണ്. അപ്പോൾ ഈ കാറ്റ് പഞ്ചാബ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് വീശിയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ശൈത്യക്കാറ്റ് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ശൈത്യകാലത്തൊക്കെ പഞ്ചാബിൽ റാബി കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. റാബി കൃഷിക്ക് അതുപോലെ ഗോതമ്പ് പോലുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് ശൈത്യകാലത്ത് വീശിയടിക്കുന്ന പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന കാറ്റ്. അത് നമ്മൾ ഓൾറെഡി കൃഷികൾ പഠിച്ചപ്പോൾ ഖാരിഫ്, റാബി, സെയ്ദ് വിളകൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് റാബി വിളകളാണ് എന്തെന്ന് പറയുന്നത്, ഗോതമ്പ് പോലുള്ളത് റാബി വിളകളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റാബി വിളകൾ കൃഷി ചെയ്യുന്ന സമയം ഏതാണ്, ശൈത്യകാലമാണ്. ശൈത്യകാലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നവംബർ, ഡിസംബർ മാസത്തിലൊക്കെയാണ് ഈ പറയുന്ന റാബി വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മാസം, അതായത് ഒരു ശൈത്യകാലമാണ്. അപ്പോൾ ആ ശൈത്യകാലത്ത് ഈ കാറ്റുകൂടി വീശിയടിച്ച് മഴ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന ശൈത്യക്കാറ്റ് വീശിയടിച്ച് മഴ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന റാബി കൃഷിക്ക് ഒരുപാട് അത് അനുയോജ്യമായിട്ട് മാറാറുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് പോലുള്ള സമതല പ്രദേശങ്ങളിൽ ഗോതമ്പ് കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മൺസൂൺ കാലാവസ്ഥ ആണ്. അപ്പോൾ മൺസൂൺ എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട്, വടക്ക് കിഴക്കൻ മൺസൂണും ഉണ്ട്. അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.